എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ +1 വിദ്യാർത്ഥികൾക്ക് നാളെയുള്ള പരീക്ഷ, അതായത് മാർച്ച് 11-ാം തീയതി ചൊവ്വാഴ്ചയുള്ള പരീക്ഷ എന്ന് പറയുന്നത് ഈ ഒരു ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, അതുപോലെ ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയുടെ ഫസ്റ്റ് ഇയർ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും നാളെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് നാളെ ഈ ഒരു വിഷയത്തിൽ, അതായത് ഹോം സയൻസോ, ഗാന്ധിയൻ സ്റ്റഡീസോ, ഫിലോസഫിയോ, ജേർണലിസം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇവയിൽ ഏതെങ്കിലും പരീക്ഷകൾ കമ്പാർട്ട്മെൻ്റായിട്ട് എഴുതുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെങ്കിൽ നാളെ തന്നെ പോയിട്ട് പരീക്ഷ എഴുതുക. അതുപോലെ തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് +1 പരീക്ഷയിൽ നിങ്ങൾ എത്ര മാർക്ക് നേടേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ വിഷയത്തിൻ്റെ മാർക്ക് എത്രയാണ് എന്നുള്ളത് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്കും അതുപോലെ ഡബിൾ പാസ് മാർക്കും വായിക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് +1-ൽ നിങ്ങൾക്ക് മാർക്ക് കുറയുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്ക് കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നീട് +1 ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ +1 കമ്പാർട്ട്മെൻ്റൽ പരീക്ഷ നടത്തുന്നത് അടുത്ത വർഷം മാർച്ചിലായിരിക്കും. അതായത് അടുത്ത +1 ബാച്ചിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ മാർക്ക് വാങ്ങിച്ച് ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക്, അതായത് 70 മാർക്ക്, 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിലൊരു 70 മാർക്ക് മുതൽ മുകളിലോട്ട് വാങ്ങിക്കുകയാണെങ്കിൽ A+ കിട്ടും. അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ അതിലൊരു 54 മുതൽ 60 മാർക്ക് വരെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് A+ ഗ്രേഡ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫുൾ മാർക്കിനടുത്തോട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾക്ക് അത് കൂടുതൽ A+ ഗ്രേഡ് ലഭിക്കുന്നതിലേക്കായിട്ട് കൂടുതൽ പ്രയോജനപ്രദം ആകും. അതുപോലെ നിലവിൽ +1-ൽ തോറ്റിട്ട് പരീക്ഷ വീണ്ടും കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് എഴുതുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഈ പരീക്ഷയിൽ തന്നെ കൂടുതൽ മാർക്ക് വാങ്ങി, അതായത് ഡബിൾ പാസ് മാർക്ക് വാങ്ങി ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡബിൾ പാസ് മാർക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ, അതായത് 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ ഒരു 48 മാർക്കാണ് ഡബിൾ പാസ് മാർക്ക്. 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ആണെങ്കിൽ അതിൽ ഒരു 36 മാർക്കാണ് ഡബിൾ പാസ് മാർക്ക്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ മാർക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് +2 പരീക്ഷ അടുത്ത വർഷം എഴുതുന്ന സമയത്ത് അതിൽ മാർക്ക് കുറഞ്ഞാലും നിങ്ങൾക്ക് അത് പിന്നീട് ഒരു പ്രോബ്ലം ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നാളത്തെ +1 വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ എന്ന് പറയുന്നത് ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.